നമസ്കാരം. ഇപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഒരു സന്തോഷ വാർത്ത അറിയിക്കാനാണ്. ഇന്ന് യാദൃശികമായിട്ട് വെഡ്ഡിങ് സാരി എടുക്കാൻ വന്ന ആൾക്കാരാണ് ചേച്ചി. ഇവരൊക്കെ വന്നിട്ട് കുറച്ച് വെഡ്ഡിങ് സാരി 2 കല്യാണം ഉണ്ട് എന്ന് പറഞ്ഞിട്ട് വന്ന സാറാണ് ഇദ്ദേഹം. ഇനി ബാക്കി ഞാൻ ഒന്നും മിണ്ടില്ല, ബാക്കിയെല്ലാം തന്നെ നമ്മുടെ സാറ് പറയുന്നതായിരിക്കും. നമസ്കാരം. ശിവറാം ടെക്സ്റ്റൈൽ കാണാനും അദ്ദേഹത്തെ പരിചയപ്പെടാനും കയറാനും ഇടവന്നു. ഈ വരുന്ന ഏപ്രിൽ മാസം 17 മുതൽ 21 വരെ കാലടി ശൃംഗേരി മഠത്തിൽ വെച്ച് അദ്വൈത മഹോത്സവം നടക്കുകയാണ്. ശ്രീ ശങ്കരാചാര്യരെ 1038ാമത് ജയന്തിയോടനുബന്ധിച്ച് അത് 1-ാം ദിവസം മഹാചണ്ഡികായാഗം, 19-ാം തീയതി 2 പാവപ്പെട്ട പെൺകുട്ടികളുടെ വിവാഹം നടത്തി കൊടുക്കുന്നു. മംഗല്യം 2026. അതോടൊപ്പം തന്നെ 1000-ഓളം വരുന്ന അമ്മമാർക്ക് മാതൃവന്ദനം നൽകുന്നു. വൈകുന്നേരം ഗംഗാ ആരതി നടക്കുന്നു. ഈ ചടങ്ങുകളെല്ലാം കാലടിയിൽ നടക്കും. പക്ഷെ ഇന്ന് ശിവറാം ടെക്സ്റ്റൈലിൻ്റെ ഓണർ ഈ സാറിനെ കണ്ടുമുട്ടിയപ്പോൾ അദ്ദേഹം ഞങ്ങൾ ഈ ആവശ്യം പറഞ്ഞപ്പോൾ ഞങ്ങളോട് പറഞ്ഞു, 2 പെൺകുട്ടികൾക്കുള്ള 2 സാരി, 2-ാം തരം സാരി, ചുരിദാർ സെറ്റ്, അതിന് വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും, ചെറുക്കനെടുക്കാൻ ഒരു കല്യാണം മുണ്ടും തന്ന് അതിന് 10 പൈസ പോലും ഞങ്ങളോട് ഈടാക്കാതെ ഞങ്ങളെ വളരെയേറെ സഹായിച്ച് ശിവറാം ടെക്സ്റ്റൈൽസിൻ്റെ ഇനിയുള്ള ഞങ്ങളുടെ എല്ലാ കാലത്തുമുള്ള ഈ രീതിയിലുള്ള ചാരിറ്റി പ്രവർത്തനത്തിൽ ഞങ്ങളോടൊപ്പം ശിവറാം ടെക്സ്റ്റൈൽ ഉണ്ടാകണം. അതോടൊപ്പം തന്നെ 19-ാം തീയതി കാലടി ശൃംഗേരി മഠത്തിൽ ആയിരക്കണക്കിന് ആളുകൾ പങ്കെടുക്കുന്ന വേദിയിൽ വെച്ച് ഭാര്യ ഭർത്താക്കന്മാർക്ക് കൈലാസനാഥ പുരസ്കാരം, ശിവപാർവതി പുരസ്കാരം ആദരവ് നൽകി ആദരിക്കുവാനും ട്രസ്റ്റ് തീരുമാനിച്ചിട്ടുണ്ട്. അവരെ ഞങ്ങൾ സവിനയം കാലടി ശൃംഗേരി മഠത്തിലേക്ക് ക്ഷണിക്കുകയും ചെയ്യുകയാണ്. ഈ ടെക്സ്റ്റൈലിൻ്റെ എല്ലാവിധ വളർച്ചയ്ക്കും ജഗദീശ്വരൻ കൂടെ ഉണ്ടാവട്ടെ. എല്ലാവരും ഇനി വരുന്ന ആളുകളൊക്കെ ഇവരുടെ ഭാര്യ ഭർത്താക്കന്മാരുടെ കുടുംബത്തിന് അമ്മയുടെ ഒക്കെ പെരുമാറ്റം കൊണ്ട് വളരെ നല്ല രീതിയിലുള്ള സഹകരണവും പെരുമാറ്റമായിരുന്നു. അത് എല്ലാവർക്കും ഒരു മുതൽക്കൂട്ടാവട്ടെ. എല്ലാവരും ഇത് ഒരു അഭ്യർത്ഥനയായിട്ട് കണ്ട് എല്ലാവരും ഈ ടെക്സ്റ്റൈലിൽ വന്നൊന്ന് കയറിയിട്ട് പോകണമെന്ന് ഞങ്ങൾ വിനയപൂർവ്വം അപേക്ഷിക്കുകയാണ്. അതേപോലെ ഞാൻ ഇനിയൊന്നും കൂടി പറയുന്നത്, ചേച്ചി നിങ്ങൾ ഇഷ്ടപ്പെട്ട സാരിയല്ലേ ഞങ്ങൾ എടുത്തത്? അതെ. നമ്മൾ ആ 2 പെൺമക്കൾക്ക് കൊടുക്കുന്നത് ഞങ്ങൾ ഇഷ്ടപ്പെട്ട സാരിയല്ല ഞങ്ങൾ കൊടുത്തത്. അവരുടെ അമ്മമാരെ പോലെ ഇവിടെ 2 ഏട്ടന്മാരും അച്ഛനമാരെ പോലുള്ള ഈ നമ്മൾ നിൽക്കുന്നത് അവരിഷ്ടപ്പെട്ട സാരിയാണ് നമ്മൾ കൊടുക്കുന്നത്. നമ്മൾ വില നോക്കുന്നില്ല. ആ കുട്ടികളുടെ കല്യാണം നല്ല ഭംഗിയിൽ നടക്കണം. സാറ് പറഞ്ഞ പോലെ ജീവിതത്തിൽ ഇതൊരു സൗഭാഗ്യമായിട്ടാണ് ഞാനിത് കാണുന്നത്. സാരി കണ്ടില്ല, ഇതെല്ലാം കൊടുക്കുന്നുണ്ടല്ലോ ഞാൻ. അവരിത് എല്ലാം സാരി, ധോത്തി എല്ലാം ഉണ്ട്. ഇതെല്ലാം തന്നെ ആ ഒരു പെൺകുട്ടിക്ക് പെട്ടിയിൽ വെച്ച് കൊടുക്കുന്ന അതേപോലെ നമ്മളിത് ഇപ്പോൾ ഇവർക്ക് കൊടുക്കുന്നതാണ്. അതുപോലെ എല്ലാവരും അറിയണം, ഇതുപോലെ എവിടെയാണെങ്കിലും ശരി കല്യാണം, അനാഥ കുട്ടികൾ ആശ്രമം എല്ലാം ഉണ്ടാവുമല്ലോ, അവിടെ എന്തെങ്കിലും കല്യാണം എന്നുണ്ടെങ്കിൽ നേരെ ഓടി വന്നു കഴിഞ്ഞാൽ ഈ തുറന്ന മനസ്സ് പറയാണ് എനിക്ക് സത്യമായിട്ടും സങ്കടമാവുന്നു, ഫീലിംഗ് ആവുന്നു. ഞാൻ എന്നെ കൊണ്ടാവുന്നത് ഞാൻ അവർക്ക് ചെയ്യും. സാരിയായിട്ടും എല്ലാം കൊണ്ടും, സാരി, സെക്കൻഡ് സാരി, എന്താണോ അവർക്ക് വേണ്ടത് അവർക്ക് ഞാൻ ചെയ്യുന്നതായിരിക്കും. സന്തോഷം. നടന്നു പോകുവാ നീണ്ട പാതയിൽ